ഇതാണ് മധൂർ ഡാം. നെതർലാൻഡിലെ ഒരു പ്രധാന സ്പോട്ടാണ്. ഇവിടെ എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഡച്ച് ഹൗസ്, പാലസ്, ഷോപ്പിംഗ് കോംപ്ലക്സ് ഇതെല്ലാം ഒരു മിനിയേച്ചർ രൂപത്തിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. മധൂർ ഡാം സ്കിപ്പോളിൽ നിന്ന് ഏകദേശം 20 മിനിറ്റ്സ് നമുക്ക് ട്രെയിനിലോ അല്ലെങ്കിൽ ബസ്സിലോ പോകാവുന്നതാണ്. മധൂർ ഡാം ആക്ച്വലി അതൊരു പ്ലേസിൻ്റെ നെയിമാണ്. പക്ഷേ അത് അവിടെ ഏകദേശം നമ്മളെ ഇഷ്ടംപോലെ, നേരത്തെ പറഞ്ഞതുപോലെ ഇഷ്ടംപോലെ മിനിയേച്ചർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി ഒരു ജോർജ് എന്ന, അതായത് എനിക്കിതിനെക്കുറിച്ച് ഫുള്ളായിട്ട് ഒരു നോളജ് ഇല്ല, എന്നാലും എനിക്ക് അറിയുന്ന പോലെ ഞാൻ പറഞ്ഞുതരാം. ഒരു ജോർജ് എന്ന് പറഞ്ഞ വാരിയർ ഉണ്ടായിരുന്നു. അതായത് പണ്ടത്തെ ഇവിടുത്തെ ഒരു നമ്മുടെ നാട്ടിലെ പോലെ സുഭാഷ് ചന്ദ്ര ബോസ് പോലത്തെ ഒരു വാരിയർ ഉണ്ടായിരുന്നു. ജോർജ് എന്നാണ് പേര്. ജർമ്മൻ സെക്കൻഡ് വാറിൻ്റെ ടൈമാണ് തോന്നുന്നു. ഈ ജോർജ് എന്ന് പറഞ്ഞ ആൾ നെതർലൻഡിലെ തൻ്റെ കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വളരെ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജർമ്മൻ ആർമിക്കെതിരെ. ലാസ്റ്റ് ജർമ്മൻ ആർമി അവരെ ഈ ജോർജ് എന്ന ആളെ പിടിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്തു എന്നാണ് ഇവിടെയുള്ള സ്റ്റോറി. അത് പല ടൈപ്പിലുള്ള സ്റ്റോറി ഉണ്ട്. പക്ഷേ ഈ ജോർജ് എന്ന് പറയുന്ന ആളാണ് ഈ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കിയതെന്നും, അതായത് അയാളുടെ പേരിലാണ് ഇത്, ഈ മിനിയേച്ചർ, അയാളുടെ പാലസ്, അയാൾ ചെയ്തിരുന്ന ഫൈറ്റ്, അതൊക്കെ ഈ മിനിയേച്ചറിൽ കാണിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മളെ സ്കിപ്പോളുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, എയർപോർട്ട്, അതേ കണക്ക് എല്ലാ കാര്യങ്ങളും ഈ എല്ലാത്തിൻ്റെയും ഒരു മിനിയേച്ചർ പോലെയുള്ള കാര്യങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ന്യൂ ആംസ്റ്റർഡാം, ഓൾഡ് ആംസ്റ്റർഡാം, സ്കിപ്പോൾ എയർപോർട്ട്, ഷിപ്പ് യാർഡ്, അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ ഒരു മിനിയേച്ചറായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് വിൻമില്ല്. ഈ ചെയ്ത് വെച്ചേക്കുന്ന ആർക്കിടെക്ചർ ഒരു രക്ഷയില്ല. അത്രയ്ക്ക് ഒറിജിനാലിറ്റി, ആർട്ടിഫിഷ്യലായിട്ട് തോന്നുന്നേയില്ല. ആ രീതിയിലായിരുന്നു എല്ലാം ചെയ്തു വെച്ചത്. ഈ കാണുന്നത് €1 ഇട്ടാൽ ഒരു ഷൂ കിട്ടും. കുട്ടികളൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് ചെയ്ത് നോക്കിയതാണ്. ഈ ഒരു ഷൂ, ഒരു കീ ചെയിൻ പോലെയുള്ള ഒരു സാധനമാണ് കിട്ടുന്നത്. ജർമ്മൻ അധിനിവേശ കാലത്ത് നെതർലാൻഡ്സ് മുഴുവനായി നശിപ്പിക്കപ്പെട്ട കഥ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതൊരു സ്റ്റോറി ആയിട്ട് തന്നെ ഇവരിവിടെ കാണിക്കുന്നുണ്ട്. It's the day after Christmas 1836, and the water wolves relentlessly strikes. Water, the heart of it. My granddad told me that it used to be 3 times smaller. Look at those waves. The southwest storm is right below the water jams there. Feel it. The waves are changing direction. Now the storm is raging towards Maya.
desnoods in handen van die Engelsen. Wij behouden de stad en dragen haar ongeschonden over. Deze stad heeft een gouden toekomst. En als de Engelsen deze stad willen vernoemen naar de hertog van York, dan zei ik zo. Wij hebben deze stad gebouwd met bouwstenen uit Nederland. En daarom zullen onze dromen hier blijven voortleven. De Valstraat.